രാഷ്ട്രീയം ഒരു പാഠ്യവിഷയമൊന്നും അല്ലെങ്കിലും കോട്ടയം പുതുപ്പള്ളി SMEയിലെ ഫാർമസി വിദ്യാർത്ഥികൾക്ക് അത് ഹൃദ്യസ്ഥമാണ്. ഭരണമാറ്റമോ അതോ തുടർച്ചയോ? നാട് എങ്ങനെയാണ് മാറേണ്ടത്? ഈ ചോദ്യങ്ങൾക്കൊക്കെയും പുതുപ്പള്ളിയിലെ പിള്ളേർ മനസ്സ് തുറന്നു ക്യാമ്പസ് മാസിലൂടെ. കുന്നിൻ മുകളിലുള്ള ക്യാമ്പസിലാണ് നമ്മളുള്ളത്. ഹലോ SME കുറിച്ച് നമ്മുടെ ഇവിടെ 3 ഡിപ്പാർട്ട്മെന്റുകളാണ്, 3 ക്യാമ്പസുകളാണ്. അതിൽ ബിഫാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എല്ലാവരും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ക്യാമ്പസിലെ ഓരോരുത്തരുടെയും നമ്മുടെ അഭിപ്രായം ചോദിക്കാം. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പില് ആര് ജയിക്കുമെന്നാണ് നിങ്ങളുടെ ഒരു തോന്നല്? പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണോ? ഇവിടെ അഭിപ്രായം എന്താണ്? ഇത്തവണ ആര് ജയിക്കാനാണ് സാധ്യത? ഇത്തവണ കേരളത്തില് ആര് അധികാരത്തിൽ വരാനാണ്? ഉറപ്പാണ് LDF. ഉറപ്പാണ് കേരളം. എന്താണ് കാരണം? കാരണം എന്ന് പറഞ്ഞാൽ വികസനം തന്നെ. ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം ഏത് മേഖല എടുത്തു നോക്കിയാലും, ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും എല്ലായിടത്തും നമുക്ക് വികസനം മാത്രമാണ് കാണാൻ പറ്റുന്നത്. അപ്പം LDF തുടരുന്നതാണ് തന്നെയാണ് അഭിപ്രായം. ഉറപ്പായി LDF തന്നെ തുടരും. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും വളരെ മോശമാണ്. നുണ പറയാൻ മാത്രം അറിയാവുന്ന ഒരു പ്രതിപക്ഷ നേതാവും ഒരു സ്റ്റേജ് പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐക്യജനാധിപത്യ മുന്നണി എന്ന് പേരിട്ടിട്ട് തമ്മിത്തല്ലും മാത്രമല്ല. അതേസമയം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് തുടർ വികസനങ്ങളും സമ്പൂർണ്ണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് എല്ലാ മേഖലകളും. കേരളത്തിൽ പൊതുവായിട്ട് ആരായിരിക്കും ജയിക്കുക? LDF ആയിരിക്കും. ഇലക്ഷൻ നടക്കാൻ പോവാണ്. അപ്പൊ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം? എന്താ ഇതിൽ നാട്ടിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങൾ അറിയാവുന്ന തന്നെയല്ലേ. ഈവൻ ലേബറിൽ തന്നെ ആണെങ്കിലും നമ്മൾ കുറെ രീതിയിൽ ഇപ്പം തഴയപ്പെടുന്നുണ്ട്. ഇപ്പം സ്ത്രീയും ഒരു പുരുഷനും ഒരേ രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ തന്നെ അവർക്ക് കൊടുക്കുന്ന സാലറി ആണെങ്കിൽ പോലും സ്ത്രീകൾക്ക് പുരുഷന്മാരെ വെച്ച് നോക്കുവാണെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാവർക്കും നീതി കിട്ടുന്ന രീതിയിലാക്കുമായിരുന്നു. വാലറ്റ് പോയിന്റ് കയ്യൊന്ന് അടിച്ചേ എത്രയും വലിയ. ഇപ്പൊ ഒരു വോട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും പ്രധാനമായിട്ട് കരുതുക? അഴിമതി ഇല്ലാതെ ഒരു ഭരണം തരാനായിരിക്കും. കിട്ടുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാനായിരിക്കും നമ്മൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ആരായിരിക്കും കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്? എൻ്റെ ആഗ്രഹം UDF വരണം എന്നാണ്. ഇത്രയും കൊല്ലമായിട്ട് LDF തന്നെയാണല്ലോ. അപ്പം UDF വന്നിട്ട് ഒരു മാറ്റം ആരെങ്കിലും ആഗ്രഹിക്കുമല്ലോ. പൊളിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ക്യാമ്പസൊക്കെ അരാഷ്ട്രീയമാണെന്ന് ഇങ്ങനെ പറയുകയാണ് എല്ലാവരും. പൊളിറ്റിക്സ് വേണമല്ലോ. പൊളിറ്റിക്സ് ആണ് ഇപ്പം നമ്മുടെ കേരളത്തിലായാലും പൊളിറ്റിക്സ് ഇല്ലാണ്ട് ഒന്നും മുന്നോട്ട് പോവില്ല. കാരണം നമുക്കൊരാവശ്യം വരുമ്പോൾ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കുറച്ച് പേരെ എടുത്തിട്ടാണല്ലോ തീരുമാനിക്കുന്നത് കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളത്. നമ്മുടെ അഭിപ്രായങ്ങളും മറ്റും നടപ്പിലാക്കാൻ ഒരു യൂണിയൻ അവിടെ ആവശ്യമാണ്. അതിപ്പോൾ കോളേജിലായാലും ലോകത്തായാലും എവിടെ ആയാലും അത് വേണം. വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം വേണം. അങ്ങനെ പറയാൻ കാരണം അവരുടെ ഓരോ തീരുമാനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരോ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സ്റ്റുഡൻസിന് എന്താണ് ആവശ്യമെന്ന് പറയാൻ വേണ്ടി ക്യാമ്പസിലെ രാഷ്ട്രീയം വേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ കോളേജിൽ ജെൻഡർ പൊളിറ്റിക്സ് ഒക്കെ നന്നായി ചർച്ച ചെയ്യുന്നുണ്ടോ? അങ്ങനെ ജെൻഡർ പൊളിറ്റിക്സ് ഒന്നുമില്ല. ഇവിടെ ഇക്വാലിറ്റിയാണ്. ഇവിടെ ഗേൾസ് ആണെങ്കിലും ബോയ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപോലെയാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും എല്ലായിടത്തും പങ്കെടുക്കുന്നത്. ഇവിടെ അങ്ങനെ ക്യാമ്പസ് പൊളിറ്റിക്സ് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. പൊളിറ്റിക്സ് അങ്ങനെ പാർട്ടീസ് അങ്ങനെ നോക്കുന്നൊരു ക്യാമ്പസ് അല്ല ഇത്. അധികാരത്തിൽ വരാൻ സാധ്യത തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരും. മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു പെണ്ണും മറയത്തൊളി കണ്ണും അത്ര മനോഹരമായാണ് അവർ രാഷ്ട്രീയം സംസാരിക്കുന്നത്. ക്യാമ്പസിന്റെ മുക്കിലും മൂലയിലും ചർച്ചകൾ സജീവമാണ്. ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം അജിത് ബാബു, ന്യൂസ് മലയാളം.